നീ ഇനി എങ്ങനെയൊക്കെ നോക്കി ഈ കുഞ്ഞിനെ പ്രസവിച്ചാലും ഞാൻ കൊല്ലൂടി അതിനെ. കുഞ്ഞുമണിയെ വളരാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന മതികലയെ കുട്ടിമണി ഉപദ്രവിക്കുന്നു. കുട്ടിമണിയുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, അതെ മതിയുടെ വിഷയമല്ല. അതുകൊണ്ട് നിന്റെ ഈ ഭീഷണിയും വരട്ടൊന്നും ഇനി വേണ്ട. അത് കുട്ടിമണിയുടെ ദേവി മതികലയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. സീതക്കായെ മനസ്സുജണ്ണൻ ബാലനന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ അതിലും വലിയ സന്തോഷം ഉണ്ടാവില്ല. സീതയെ തിരികെ വിളിച്ചുകൊണ്ട് വരണമെന്ന് മയിലെടുത്തി. സീതെടുത്തി വരണം. ബാലേട്ടന്റെ ജീവന് വേണ്ടി ബാലേട്ടന്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കണം. എന്റെ കുട്ടിമണിക്കും കുഞ്ഞുമണിക്കും. വയലോരം വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന മനസ്സുജന്റെയും കുട്ടിമണിയുടെയും സ്നേഹത്തിന്റെ മുന്നിൽ മറുപടി പറയാനാകാതെ സീത. തുടർന്ന് കാണുക. ഞാൻ വിളിച്ച പാടെ ബാലൻ ഇങ്ങ് പോന്നോ? ആ, കട അജിയെ നോക്കാൻ ഏൽപ്പിച്ചു. ബാലണ്ണ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം, വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവരുത്. ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യരുത്. സീതക്ക തിരിച്ചു വന്നല്ലോ, പിന്നെന്താ? ഇന്നലെ ഞാൻ അവിടെ ചെന്ന് വിളിച്ചതാണല്ലോ. ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് എന്ത് മനമാറ്റം ഉണ്ടായെന്ന് എനിക്കറിയണ്ടേ? ഒന്നും ചോദിക്കണ്ട. കുട്ടിമണിയും മനസ്സുജണ്ണനും നേരിട്ട് ചെന്ന് വിളിച്ചു. അവരുടെ കൂടെ അപ്പൊ തന്നെ പോരുകയും ചെയ്തു. കുട്ടിമണി വിളിച്ചാ പിന്നെ സീതക്കാക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നാലും കാര്യം എന്താണെന്ന് ഞാനൊന്ന് അറിയണ്ടേ? അണ്ണേ, ഇതാ ഞാൻ പറഞ്ഞത്. ഒന്നും ചാടി കയറി ചോദിക്കരുത്. നമ്മൾ അറിയാത്ത, നമ്മളോട് പറയാനാകാത്ത എന്തെങ്കിലും ഒരു കാര്യം സീതക്കാട് മനസ്സിൽ കാണും. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാ വേണ്ടത്. അല്ലാതെ നമ്മൾ ചോദ്യം ചെയ്തത് കൊണ്ടോ സീതക്കാട് മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടോ കാര്യത്തിന് പരിഹാരം ഉണ്ടാവോ? മോളെ, ഞാൻ എല്ലാവരുടെ മനസ്സ് വേദനിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിനെ പറ്റി ആരും ചിന്തിക്കാത്തെന്താ? ബാലണ്ണന്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലാന്ന് ആരാ പറഞ്ഞത്? ഇന്ന് രാവിലെ തന്നെ മനസ്സുജണ്ണനും കുട്ടിമണിയും കൂടി സീതക്കാട് വീട്ടിൽ പോയത് എന്തിനാ? കുട്ടിമണി എന്തിനാ ഈ നിറവയറും വെച്ച് അത്ര ദൂരം യാത്ര ചെയ്തത്? ബാലണ്ണന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നതിന് വേണ്ടി, ബാലണ്ണന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നതിന് വേണ്ടി. അവിടെ പോയി കുട്ടിമണി കൈകൊപ്പി യാചിച്ചിട്ടാ സീതക്കായെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എന്തിനങ്ങനെ യാചിച്ചും കരഞ്ഞും വിളിച്ചും അപേക്ഷിച്ചും കൊണ്ടുവരണം? അവൾക്ക് മനസ്സുണ്ടേ വന്നാ പോരായിരുന്നോ? അതങ്ങനെയല്ലല്ലോ ബാലണ്ണ. സീതക്ക ഈ വീട്ടിന്റെ വിളക്ക് തന്നെയാ. ഇവിടെ സീതക്ക ഇല്ലാതായപ്പോ ഇവിടുത്തെ പ്രകാശം തന്നെ മങ്ങിയതുപോലെ ആയിപ്പോയി. സീതക്ക ഇവിടെ വേണം. അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ അണ്ണ? അതുകൊണ്ട് ഞാനും കൂടെ മനസ്സുജണ്ണനോട് പറഞ്ഞു പോയി വിളിച്ചുകൊണ്ട് വരാൻ. എന്തായാലും സീതക്ക വന്നല്ലോ. അതാ ഞാൻ വന്ന പാടെ ബാലണ്ണനെ വിളിച്ചത്. ഇപ്പൊ ബാലണ്ണ ചെന്ന് സമാധാനത്തോടെ സംസാരിക്ക്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പെരുമാറണം. സീതക്കയ്ക്ക് വിഷമില്ലാത്ത പോലെ ബാലണ്ണൻ ഇടപെടണം. അല്ലെങ്കിൽ തന്നെ എന്റെ എന്ത് പെരുമാറ്റ ദൂഷ്യം കൊണ്ടാ അവൾ ഇവിടുന്ന് പോയത്? ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ അവളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, നോവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല അണ്ണാ. എന്നാലും സീതക്കായെ ഭയപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തോ ഒന്ന് മനസ്സ് കാണും. അത് കണ്ടുപിടിക്കാം സമാധാനമായിട്ട്. ശ്രമിക്കാം, ഞാൻ ശ്രമിക്കാം. ആ, വന്നോ ഇങ്ങ്? എന്തു പറ്റി വരാൻ? നേരത്തെ ഒരുത്തി ഇവിടുന്ന് പോയപ്പോ പിന്നെ പറഞ്ഞു വിട്ടത് അവളുടെ മുത്തച്ഛനെയാ പെട്ടിയും ബാഗും ഒക്കെ തൂക്കിയെടുത്തോണ്ട് പോവാൻ. അതുപോലെ എല്ലാം എടുത്തോണ്ട് പോകാൻ വന്നാണോ നീ? ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എടുത്തോണ്ട് പോകാൻ വന്നതാണോന്ന്? അതോ ഒടുക്കത്തെ യാത്ര പറച്ചിലിന് വേണ്ടിയോ? പറയടി, എന്തിനാ വന്നതെന്ന്. ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ലക്ഷ്യമില്ലാതെ ഓടിച്ചു വന്നപ്പോ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ഇനി നിന്നെ ഈ പടി കയറ്റുന്നത് എന്റെ ശവം കാണാൻ വേണ്ടി മാത്രമായിരിക്കണം. അത് നടന്നില്ല. അവിടെയും ബാലൻ തോറ്റു. ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം ഞാൻ? ഇന്നലെ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൈകൂപ്പി യാചിച്ചിട്ട് നീ വന്നോ? അവരുടെ മുമ്പിൽ നീ എന്നെ കൊച്ചാക്കിയില്ലേ? എന്നെ വട്ടപൂജ്യമാക്കിയില്ലേ? ഇല്ല, ബാലേട്ടൻ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ബാലേട്ടൻ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല. ബാലേട്ടൻ ആരുടെ മുമ്പിലും തോക്കാതിരിക്കാനേ ഞാൻ എപ്പോഴും നിന്നിട്ടുള്ളൂ. ഞാൻ ബാലേട്ടനെ സ്നേഹിക്കുന്നതിന്റെ അത്രയും ആരും ബാലേട്ടനെ സ്നേഹിച്ചിട്ടുമില്ല. എന്റെ സ്നേഹത്തിന്റെ ആഴം ബാലേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഇന്നലെ രാത്രി ഞാൻ മനസ്സിലാക്കി. ഇനി സ്നേഹത്തിന്റെ അളവ് വെച്ച് നീ കൂടുതൽ സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നേ ചോദിക്കാനുള്ളൂ. ഇനിയും ഒന്നും പറയാതെ ഒരു ദിവസം ഇറങ്ങി പോകാനാണോ നീ ഇങ്ങോട്ട് വന്നതെന്ന്? അങ്ങനെയാണെങ്കിൽ ഇനിയൊരു അപമാനവും വേദനയും താങ്ങാൻ എനിക്ക് വയ്യ.
അതല്ല എന്റെ കൂടെ നിൽക്കാനാണെങ്കിൽ എന്റെ മരണം വരെ നീ ഇവിടെ ഉണ്ടാവണം. എന്റെ മരണം കണ്ടിട്ട് ഞാൻ കെട്ടിയ താലി അഴിച്ചിവിടെ വെച്ചിട്ടേ നീ പടിക്ക് പുറത്തിറങ്ങാവുള്ളൂ. അത് പറ്റുമോ നിനക്ക്? ഇങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ട. ബാലനെ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? എന്താ ബാലണ്ണ ഇത്? ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ സീതക്കയെ വിഷമിപ്പിക്കരുതെന്ന്. അക്ക ഇങ്ങ വന്നില്ലേ? സീതക്ക, ഇനി ബാലണ്ണനെ വിട്ടു പോവോ? ബാലണ്ണന്റെ ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചു പോവാൻ സീതക്കാക്ക് പറ്റുമോ? ബാലണ്ണ, ഇനി ഒന്നും ചോദിക്കണ്ട. സീതക്ക വിഷമിച്ച അത് വയറ്റി കിടക്കുന്ന കുഞ്ഞിനും കേടാ. അതുകൊണ്ട് ബാലണ്ണനിപ്പോ കടയിലോട്ട് പോ. വൈകിട്ട് തിരികെ വരുമ്പോ രണ്ടുപേരുടെ മനസ്സ് തണുക്കും. അതുവരെ ഞാൻ സീതക്കയെ നോക്കിക്കോളാം. അക്ക, വിഷമിക്കാതെ. സ്നേഹം കൊണ്ടും വിഷമം കൊണ്ടും ബാലണ്ണൻ എന്തൊക്കെയോ പറയുന്നതാ. എനിക്കറിയാം മോളെ. ഇതിനൊക്കെ ഒരു മറുപടി കൊടുത്ത് ബാലേട്ടന്റെ മനസ്സ് തണുപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. മാഡത്തെ ഇങ്ങോട്ട് പിടിച്ച് ദേ ഇതുപോലെ ഇടിച്ച് ഇടിച്ച് കുഴച്ച് പിന്നെയും ഇടിച്ച് പിന്നെയും കുഴച്ച് നല്ല ചപ്പാത്തി പരുവത്തിലാക്കണം. എന്നിട്ട് തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായി വറുത്തെടുക്കണം. ഹോ, എന്നാ രസമായിരിക്കും. ചീനിച്ചട്ടിക്കകത്ത് കിടന്ന് നിലവിളിക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞും കൊണ്ട്. നീ എന്താടി തന്നെത്താനെ നിന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നത്? നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? പിടിച്ചോന്ന്? അത് മാഡം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗന്ദര്യം, അല്ല സൗരഭ്യം എന്നല്ലേ? വലിയ വാചകമൊന്നും വേണ്ട. നീ എന്താ പറഞ്ഞോണ്ട് നിന്നത്? ചപ്പാത്തി എന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അയ്യോ, അതോ? അതേ, എന്റെ പാവം മാഡത്തിന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറയുമായിരുന്നു. ആ, കേക്കുന്നുണ്ട്, പറ. എന്താ? ഡേവിഡിനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇറങ്ങുന്ന പാടെ തുരുതുര ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കരുതെന്ന്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്ന് എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. തിരിച്ചു വരുന്ന എപ്പോഴാണെന്നോ? എനിക്ക് സൗകര്യമുള്ളപ്പം വരും. അല്ല പിന്നെ ആരോ വന്നു, പോയി നോക്ക. ഞാനോ? ആ അല്ല, ഞാനാണല്ലോ ഇവിടുത്തെ വേലക്കാരി. ശരിയാ, പോയി നോക്കടി. അയ്യോ, മാഡമായിരുന്നു? അല്ല, ഇടവം. എന്താ ബെല്ലടിച്ചിട്ട് നിങ്ങൾക്ക് വാതിലോർക്ക് എത്ര താമസം? അല്ല, അതെ, അത് പിന്നെ ഞാൻ ഈ ചപ്പാത്തിക്ക് മാടത്തെ കുഴയ്ക്കുമായിരുന്നു. എന്ത്? അല്ല, മാവ് കുഴയ്ക്കുമായിരുന്നു. ആ അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം. അപ്പോ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞത്? ചെക്കിന്റെ കാര്യമല്ലേ? 2 ലീഫ് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ അക്കൗണ്ട് വല്ലതും ഫ്രീസ് ആക്കിയിട്ടുണ്ടോ എന്തോ? ഹേയ്, അങ്ങനൊന്നുമില്ല. പിന്നെ അമ്മയുടെ ഇടയ്ക്കുള്ള ഭ്രാന്ത് കയറലുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടാവും. നീ കണ്ടോ, ഭ്രാന്തുള്ളവർക്ക് എന്തും ചെയ്യാം. നാളെ നിന്റെ അച്ഛനെ ഞാൻ കൊന്നാ പോലും കേസുണ്ടാവില്ല. സംഗതി കൊള്ളാം, പക്ഷെ പണി പാളരുത്. ആ പിന്നെ നമ്മുടെ കാര്യം എന്തായി? അങ്കിളിനെ വിളിച്ചോ? ചന്ദ്രുവേട്ടനെ പോയി കാണുന്ന കാര്യം. അങ്കിളിനെ ഞാൻ വിളിച്ചിരുന്നു. ചന്ദ്രുവിനെ വരുത്തണോന്ന് അങ്കിൾ ചോദിക്കുന്നത്. അത് അപകടമല്ലേന്ന്. അതെ, അപകടമാണ്. കുറച്ചു പേർക്ക് അപകടം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ ചന്ദ്രുവേട്ടനെ ഇങ്ങോട്ട് വരുത്തുന്നത് തന്നെ. ആരാ മാഡം? എന്ത്? അല്ല, ആരോ വരുന്നെന്ന് മാഡം പറഞ്ഞതോ? വരുന്നത് കാലൻ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയേ. നീ അകത്ത് കയറി പോയേ. കണ്ടില്ലേ രഹസ്യം പിടിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്? അയ്യോ,
ഞാൻ രഹസ്യം പിടിക്കാനൊന്നും വന്നതല്ല മാഡം. കാപ്പി വേണം ചോദിക്കാൻ വന്നത്. അയ്യോ, നിങ്ങളുടെ കാപ്പിയും വേണ്ട കൂപ്പിയും വേണ്ട, നിങ്ങളൊന്ന് പോയ അങ്ങോട്ട്. പോകാൻ എന്തൊരു സാധനം ഇത്. ആ, അമ്മ ബാംഗ്ലൂർ വരെ ഒന്ന് പോണം. അമ്മയും കൊള്ളാം മോളും കൊള്ളാം, വൃത്തികെട്ട പരീക്ഷകളും. ചന്ദ്രുവേട്ടനെ നേരിട്ട് കാണണം. കാര്യങ്ങളുടെ ഗൗരവം പറയണം. ഫോണിൽ വിളിച്ചാലൊന്നും ചന്ദ്രുവേട്ടൻ വരത്തൊന്നുമില്ല. അമ്മ നേരിട്ട് പോയി തന്നെ വിളിക്കണം, കൊണ്ടുവരണം. അമ്മ വിളിച്ചാ വരും. പിന്നെ സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. അമ്മ പെട്ടെന്ന് പോയ ചെക്ക് ലീഫിങ് എടുത്തോണ്ട് വാ. എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. പിന്നെ ചെക്ക് ലീഫില് എമൗണ്ട് എഴുതണ്ട കേട്ടോ, ഞാൻ എഴുതിക്കൊള്ളാം. ഓ ഇതാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങും അമ്മേ. അപ്പോ ചന്ദ്രുവേട്ടന്റെ കാര്യം മറക്കണ്ട. സത്യം പറഞ്ഞ എനിക്കും അവനെ പേടിയാ. അതാണ് ചന്ദ്രു. ഹീസ് എക്സെൻട്രിക് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ്. ആ സഞ്ജു എന്ന് പറയുന്ന കഴുതയില്ലേ, അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാത്തു നിൽക്കാനേ എനിക്ക് തീരെ നേരമില്ല. ഞാൻ പോവാ. ശരി ശരി. ആ മതി, ഞാനിവിടെ എത്തി. മതി. ഞാൻ പോയി. മതി പോയെന്നോ? അത് നല്ല പണിയായി പോയി. അല്ല, നമ്മളെപ്പോഴാ കാണുന്നേ? ഞാൻ നിന്നെ വിളിക്കടാ. ശരി, മതി, വിളിച്ചാ മതി. എന്നാ ഞാൻ ആന്റിയെ കണ്ടിട്ട് വരാം. ഇവിടം വരെ വന്നതല്ലേ. അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല നീ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ബുദ്ധിക്ക് ഇത്തിരി മന്ദത ഉണ്ടെന്ന് കരുതി നീ ഒരുപാട് അങ്ങ് വഹിച്ചോണ്ട് പോവല്ലേ സഞ്ജു? ഒന്ന് പോ മതി, ഞാനങ്ങ് വഹിക്കാൻ പോവല്ലേ. അല്ല പിന്നെ. ഓ ശരി. ഡാഡി മമ്മി വീട്ടിലില്ല, എവിടെ പോയി മോനെ? അല്ല, മോന്റെ ഡാഡിയും മമ്മിയും വീട്ടിലില്ലെന്ന് പറഞ്ഞില്ലേ? അവരെവിടെ പോയിന്ന്? അവരെ കാശിക്ക് പോയെന്ന്. അത് കൊള്ളാം. ദേ, നിങ്ങളെ കാര്യം നോക്കിയേ, ഞാനൊരു പാട്ട് പാടിയതാ. ഓ, പാട്ടായിരുന്നല്ലേ? ഡാഡി മമ്മി പാട്ട്. ഞാൻ കരുതി നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാതൊക്കെ കരുതാൻ പോകുന്നേ? ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പം വല്ലതുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം വരും, ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം പോവും. വട്ട് മാഡം ഒരു ഫാഷനാക്കിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വട്ട് ഫാഷനോ? അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ? അതെന്താ തോന്നാനെന്ന് വെച്ചാ, ചില സമയത്ത് മാഡത്തിന് നല്ല ബോധമായിരിക്കും, പണ്ടത്തെ കാലം ബോധമുള്ളതുപോലെ തോന്നും. പക്ഷെ ചില സമയത്ത് ഭയങ്കര വട്ടും അഭിനയിക്കും. അത് നമ്മളെ കാണിക്കാനാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വട്ട് അഭിനയിച്ചിട്ട് ആന്റിക്ക് ഇപ്പൊ എന്നതാ നേട്ടം? നിങ്ങളെന്താ പെൻഷൻ കൊടുക്കോ? അതിനല്ല, അതിനുള്ള പാങ് എനിക്കുണ്ടോ? അല്ല സഞ്ജു കുഞ്ഞേ, ഈ ഭ്രാന്തിന് പെൻഷൻ കിട്ടുമോ? അല്ല, കിട്ടുമെങ്കിൽ എനിക്കും ഭ്രാന്ത് അഭിനയിച്ച് പെൻഷൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയാ. ഞാൻ വല്ലതും വിളിച്ച് പറയും. ആ കിട്ടും കിട്ടും കിട്ടോ? ആത്മഹത്യ ചെയ്താലേ അവാർഡ് കിട്ടുന്നൊരു വകുപ്പുണ്ട്. ആ, നിങ്ങൾ പോയി കെട്ടിത്തൂങ്ങി ചാവ്. കഷ്ടം. നിന്റെ ഒപ്പം പോലീസുകാരനോട് പറയടാ, പോയി കെട്ടിത്തൂങ്ങി ചാവാൻ. ന്യൂ ജനറേഷൻ മണ്ട. നിങ്ങൾ വല്ലതും പറഞ്ഞായിരുന്ന? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടല്ലോ, പോലീസ് എന്നോ ന്യൂ ജനറേഷൻ എന്നോ. ഓ അതോ? അതെ, പോലീസേമാന്റെ പ്രിയപ്പെട്ട പുത്രനായ ഈ ന്യൂ ജനറേഷൻ കുഞ്ഞിനെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നേ. വലിയ പിറുപിറുക്കലൊന്നും വേണ്ട.
ഈശ്വരന്മാരെ, ആന്റിക്ക് നല്ല മൂടായിരിക്കണേ, കാത്തോളണേ. ആ നീ വന്നോ? ആ ആന്റി. മതി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഉവ്വ്, എന്നെ വിളിച്ചായിരുന്നേ. ആ പിന്നെ നീ ഇപ്പൊ എന്താ വന്നേ? ഞാൻ ചുമ്മാ ആന്റിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിട്ട്. ഓ എന്ന്. ആ എടി ശീലാവതി, ശീലാവതി. എന്തോ? എന്താ മാഡം? മതിക്ക് നീ കാപ്പി എടുത്തായിരുന്നോ? ഇല്ല, വേണ്ടെന്ന് കൊച്ചു മാഡം പറഞ്ഞായിരുന്നല്ലോ. എന്നാ ഇവനൊരു കാപ്പി കൊടുക്ക, കുടിച്ചിട്ട് പോട്ടെ. ശരി. അല്ല ആന്റി, കാപ്പി മാത്രമേ ഉള്ളൂ. ആ അത് മതി. ഒരുത്തി ഇപ്പൊ വന്ന് 2 ചെക്ക് ലീഫും കൊണ്ട് പോയതേ ഉള്ളൂ. എന്നാ മതിയോട് ചോദിക്കാം. എന്ത്? എന്താ? ഏയ് ഒന്നുമില്ല. കാപ്പി വേണോ അതോ ജ്യൂസോ? ജ്യൂസ് മതി. എന്ത് ജ്യൂസാ ഉള്ളേ? ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, തണ്ണിമത്തൻ. ആ തണ്ണിമത്തൻ, അത് മതി. അയ്യോ, ഇതൊന്നും ഇവിടെ ഇല്ല. പിന്നെന്താ ഉള്ളേ? പാവയ്ക്ക ജ്യൂസ് എടുക്കട്ടെ? പാവയ്ക്കോ? പെണ്ണുമ്പിള്ള, എന്റെ വായിന്ന് വല്ല കേക്ക്. പോ. എവിടുന്ന് വന്നത്? കഷ്ടം. എടാ, ഞാൻ ചന്ദ്രുവിനെ കാണാൻ ബാംഗ്ലൂർ പോകുന്നു. എന്തിനാ ആന്റി അത്? ഞാൻ ഇവിടെ ഇല്ലേ? അത് പോരെ? നീ പോരാ, അതുകൊണ്ടാണല്ലോ ചന്ദ്രുവിനെ വരുത്തുന്നത്. എന്നാലും ഒരെന്നാലുമില്ല. നീ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ കൂട്ടുനിന്നാ മതി. ഓ. അല്ല, ചന്ദ്രുവിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞോടാ? കഴിഞ്ഞെന്നാ കേട്ടത്. അല്ല, നീ എന്താണ് ഇവിടെ? ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി. നിന്റെ ആന്റി എന്താ കാഴ്ച ബംഗ്ലാവിലെ വെള്ളക്കടുവയോ? എപ്പോഴും വന്ന് ഇങ്ങനെ കാണാൻ? അല്ല, ആന്റിക്ക് സുഖമില്ലെന്നറിയാൻ വേണ്ടി. ഇനി നീയായിട്ട് വന്ന് സൂക്കേട് കൂട്ടാതിരുന്നാ മതി. നിങ്ങൾ എന്തിനാ അവനോട് ചാടിക്കടിക്കുന്നേ? എടി, നിന്നെ ഉപദേശിച്ച് ഇവനും നിന്റെ മോളും കൂടി ഭ്രാന്താശുപത്രി വരെ എത്തിച്ചു. എന്നിട്ട് നീ പഠിച്ചില്ല. ഇനിയിപ്പോ ഇവന്റെ ചേട്ടൻ മുഴുഭ്രാന്തനെ കൂടെ വരുത്തുന്നു. കൊള്ളാം. അതിന് നിങ്ങൾക്കെന്താ? എന്റെ ചന്ദ്രു ഇങ്ങോട്ട് വരട്ടെ. ആദ്യം നിങ്ങളുടെ വായ തന്നെ മൂടിക്കെട്ടും. അതെ. അതേന്തോ? ഇറങ്ങടാ, ഇറങ്ങടാ. എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? നീ മിണ്ടരുത്. സഞ്ജു കുഞ്ഞെ, ഇതാ കാപ്പി. എന്താ? ആദ്യം കെടുക്ക്. അല്ല കുഞ്ഞിന് നല്ല കാപ്പി. നോക്കി നിൽക്കാതെ ഇറങ്ങി പോടാ. കേറടാ, കേറടാ. ഓ, ഇനി വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന്റെ അപ്പം വരണോ? സ്റ്റാർട്ടാക്കടാ. ചേട്ടന്റെ മഹാത്മ്യം പറയാനും ആന്റിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനും മേലാലി വീട്ടിൽ വന്നു പോകരുത്. കേട്ടല്ലോ? പോടാ, പോ. എടുത്തോണ്ട് പോടാ. എന്റെ ചേട്ടനിങ്ങ് വരട്ടെ, കാണിച്ചു തരാം ഞാൻ. ഒന്ന് പോടാ. എന്റെ അമ്മ ഒന്ന് നേരെ നിക്ക്. ഇത് കൊച്ചു പിള്ളേരെ ഒടുക്കുന്നതിലും കഷ്ടാണല്ലോ. നേരെ നിക്ക്. എന്നെ ഒരുക്കി നീ ഇപ്പൊ എങ്ങോട്ട് കൊണ്ടുപോവാ? ഓ, നമ്മള് വൈദ്യശാലയിലേക്കല്ലേ പോണത്? അതിക്കെന്നെ എവിടെ പോവാണെങ്കിലും നല്ല ഭംഗിയായിട്ട് പോണ്ടേ? പിന്നെ നേരെ നിന്നേ എന്റെ ചുന്ദരി കുട്ടി. നോക്കട്ടെ. കൊച്ചിന്റെ ഒരു കാര്യം, നീ ഒന്ന് അടങ്ങിയിരിക്ക്. ഒരുങ്ങി നടക്കേണ്ട പ്രായം നിനക്ക, അത് നീ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ മോള് സുന്ദരിയായി നടക്കുന്നെന്ന് പറയുന്നത് അല്ലോടി എനിക്കൊരു ഗമ. ഓ എന്ന് പറഞ്ഞു? എനിക്കൊരു സുന്ദരി അമ്മയുണ്ടെന്ന് പറയുന്നത് എനിക്കൊരു ഗമയല്ലേ സുഭദ്രാമേ? എന്തോന്ന് സുഭദ്രാമയെന്നോ? പെണ്ണ് മേടിക്കും കേട്ടോ. ദേ അമ്മ, ഒരു കാര്യം, വൈദ്യശാലയിൽ ചെല്ലുമ്പോ അമ്മാവോട് എല്ലാ കുഴപ്പങ്ങളും വൈദ്യരോട് പറയണം. അതല്ല, അവിടെ ചെല്ലുമ്പോ എല്ലാം മറന്നുപോയെന്ന് പറയരുത് കേട്ടല്ലോ. അതുകൊണ്ട് മുട്ടുവേദന, തോളുവേദന, അങ്ങനെ എല്ലാം ചൊല്ലണം. ഓ ചൊല്ലാം. അല്ല, അങ്ങേരും കൂടെ വൈദ്യനെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് എവിടെ പോയി?
அதுக்கு பெரியப்பா வைத்தியசாலையில இல்ல வாயனசாலைக்கு പോയി. ഓ വായനശാല കുന്തം. അയാളിപ്പോ എവിടെയെങ്കിലും പോയി വാചകം അടിക്കായിരിക്കും. വാചകശാല, സഞ്ചരിക്കുന്ന വാചകശാല, അല്ലാതെ വായനശാല അല്ല. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അമ്മയെ വൈദ്യരെയും കാണിച്ച് തിരിച്ചു കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓട്ടം പോവാൻ. ആ പോവാം. കുട്ടു ആ എന്താ? അതെ മനുഷ്യ, എനിക്ക് ഒരു സംശയം. ഓ തുടങ്ങി സംശയം. എന്താ കാര്യം? അതെ ഈ കാറേ ഈ കാറിന്റെ അകത്ത് താച്ചോലിട്ട് കുത്തി തിരിച്ചാൽ മാത്രമേ ഓടത്തുള്ളൂ. ആ കാർ ഇങ്ങനെ താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോവാ. അല്ല മനുഷ്യ, എനിക്ക് വേറൊരു സംശയം. ഓ എന്റെ പൊന്നു കുട്ടു, എന്താന്ന് വെച്ചാ ചോദിക്ക്. അല്ല മനുഷ്യ, നമ്മൾ ഈ വീടിന്റെ കടയിലും താച്ചോലിട്ട് തിരിച്ചല്ലോ തിരിക്കും. അപ്പൊ പിന്നെ നമ്മുടെ വീടിന്റെ മനുഷ്യ അങ്ങ് ഓടിപ്പോട്ടെ. അയ്യോ സമ്മതിച്ചു സമ്മതിച്ചു. ഇതിൽ കൂടുതലായിട്ട് നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. തൽക്കാലം ഞാൻ നിന്നൊന്ന് തൊഴാം. ഓ യോ ഞാൻ ഭഗവതി എന്നെ തൊയ്യാണ്ടില്ലേ? ഞാൻ നിഗ്രഹിച്ചു. പിന്നെ എന്റെ സംശയത്തിന് മറുപടി ഇങ്ങ് തന്നെ. എടി കുട്ടിമണി, എടി പൊട്ടിമണി, വീട് ഇവിടെ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ നമ്മള്. അപ്പൊ അതിനെങ്ങനെ ഓടിപ്പോവാൻ പറ്റും? വീടിന് എഞ്ചിനുണ്ടോ ഓടാനായിട്ട്? അല്ല ഈ കാറ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുമല്ലടാ, വീടിന്റെ മനുഷ്യ അങ്ങ് ഓടിപ്പോട്ടെ. എന്റെ കുട്ടു, നീ ഇത് കണ്ടോ? ചക്രം ദാ 4 ഉണ്ട്. ഈ ചക്രങ്ങൾ ഉരുട്ടാനായിട്ട് ഇതിനകത്തൊരു എഞ്ചിനുണ്ട്. ഈ എഞ്ചിന്റെ ശക്തിയിലാണ് കാറ് മുമ്പോട്ട് പോകുന്നത്. മനസ്സിലായ? അപ്പൊ പിന്നെ മനുഷ്യ, എനിക്ക് വേറൊരു സംശയം. ഓ പറ. അതെ നമ്മുടെ അകത്തെ എഞ്ചിൻ ഉണ്ടാ, നമ്മൾ നടക്കുകയോ ഓടുകയോ ചെയ്യുന്നുണ്ടല്ലോ. ഓ ഈ ചോദ്യത്തിനകത്ത് ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ട് കുട്ടു. നമ്മുടെ ശരീരത്തിനകത്ത് കരളുണ്ട്, ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, തലച്ചോറുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ശ്വാസകോശം കൊണ്ട് നമ്മൾ ആവശ്യത്തിന് ശ്വസിക്കും. ഹൃദയമാണ് രക്തയോട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഓരോരോ ജോലികളുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മിടുക്കി. ഇതെല്ലാം ഓരോരോ എഞ്ചിനുകളാ. ഇതെല്ലാം കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാ നമ്മൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? എന്നെ രണ്ടുപേരും കൂടി ഞാൻ ഇവളുടെ ഓരോരോ സംശയങ്ങൾ അങ്ങ് തീർത്തു കൊടുക്കുമായിരുന്നു. പെണ്ണേ, ഞാൻ വൈദ്യശാല വരെ പോവുക. ഇവിടെ വഴക്കും വെക്കണോന്നും ഉണ്ടാക്കരുത് കേട്ടോ. എന്നോടാരും വഴക്കുണ്ടാക്കാനൊന്നും വരണ്ട. വഴക്കില്ല, കാര്യം പറഞ്ഞതല്ലേ കുട്ടിമണി. അണ്ണേ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. വാമ്മ. ശരി. പച്ചക്കറി 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 പച്ചക്കറി. ഫ്രഷ് വെജിറ്റബിൾസ്. ഹായ്, ഇത് എന്താ? കണ്ടില്ലേ? M&P ഫ്രഷ് വെജിറ്റബിൾസ്. MNPയോ എന്ന് വെച്ചാ മെമ്പർ ഓഫ് പാർലമെന്റ്? അല്ല, മെമ്പർ ഓഫ് പാർലമെന്റ് ഒന്നും അല്ല മൈലമ്മ. മനസിജൻ ആൻഡ് പിച്ചള ഫ്രഷ് വെജിറ്റബിൾസ് ഞങ്ങളുടെ കൂട്ട് സംരംഭം. കൊള്ളാം ഭായി, ഞാൻ അറിയാതെ എന്നെയും കൂടെ ഉൾപ്പെടുത്തി ബിസിനസ് സംരംഭം തുടങ്ങിയല്ലേ? നിങ്ങളില്ലാതെ എനിക്ക് എന്താഘോഷം ഭായി. അല്ല പിറ്റല്ലേ, ഇത് മുഴുവനെ എനിക്ക് ബൂസ് അടിച്ചാൻ കൊണ്ടുവന്നതാണോ? ഇത് മൊത്തം കുട്ടിമണിക്കല്ല, നാട്ടുകാർക്ക് വിൽക്കാനുള്ളതാ. ഇതിന്ന് കുട്ടിമണിക്ക് വേണ്ടത് എത്രയാണെന്ന് എടുത്തോ. ഇതെന്തായാലും കൊള്ളാടാ കൊച്ചനെ. നീ എന്തായാലും മോഷണമൊക്കെ നിർത്തി സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അത് നല്ല കാര്യം. ഞാൻ മോഷണം നിർത്തിന്ന് ആര് പറഞ്ഞു? ആദ്യം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ അവിടെ കേറി മോഷ്ടിക്കാനുള്ള കഴിവ് എനിക്കില്ല. നമ്മക്ക് ഈ ചെറിയ മോഷണങ്ങളൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പച്ചക്കറി വണ്ടിയായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അതുമല്ലെങ്കിൽ നമ്മുടെ മഞ്ജു വാര്യരല്ലേ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. മോഷണം പൂർണ്ണമായിട്ട് നിർത്തിയിട്ടൊന്നുമില്ല, അതിങ്ങനെ സൈഡിൽ കൂടി പോവും. ഇതൊരു പാർട്ട് ടൈം വർക്ക്, മെയിൻ ജോലി അത് തന്നെ. കൊള്ളാം, എന്തായാലും ഉള്ള കാര്യം തുറന്നു പറഞ്ഞല്ലോ. അല്ല, എവിടേക്കാ നിങ്ങൾ രണ്ടുപേരും കൂടി? ഓ, കൈക്കും കാലിനും ഒക്കെ മുടിഞ്ഞ വേദന, വൈദ്യനെ കാണാനായിട്ട് പോവുക. പിന്നെ ഇത്തിരി കുഴമ്പും തൈലും ഒക്കെ വാങ്ങിക്കണം. എന്നാ നമുക്ക് പോവാം. പോട്ടെ. മനസ്സിച്ചെണ്ണ പോയിട്ട് കുട്ടിമണി പോട്ടെ.
ഞാൻ ഇതെല്ലാം ബൂസടിച്ച് കുറ്റും കേട്ടാ. കുട്ടി അതൊക്കെ അവിടെ വയ്ക്കാം. ടാറ്റ കുട്ടിമണി. അമ്മ വരാം, ടാറ്റാ. ടാറ്റാ, ടാറ്റാ, ടാറ്റാ. പിത്തല പിത്തല, ഈ വണ്ടി എനിക്ക് സ്വന്തമായിട്ട് തരാവോ? പിന്നെന്താ, കുട്ടിമണി എടുത്തോ. പക്ഷെ എന്തിനാന്ന് പിച്ചളയോട് പറയണം. അതെ എന്തിനാന്ന് വെച്ചാലേ എന്നെയും കുഞ്ഞുവനിയെ ഈ വണ്ടിയിൽ ഇരുത്തിയിട്ടേ മനുഷ്യൻ ഞങ്ങളെ ഇവിടെ എല്ലാം ഉണ്ടിക്കൊണ്ട് നടക്കും. ഒരു കാര്യം കണ്ടപ്പോ തന്നെ അവൾ എനിക്കത് പണിയാക്കി വെച്ചു. എങ്ങനെ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാമെന്ന് ഇവൾ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. എന്നാ ജോർജ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, ഇനി അതിൽ പിടിച്ച് കയറണ്ട. ആ ബായി, ഇന്നെങ്ങോട്ടാ റൂട്ട്? എല്ലാം ഹൗസിംഗ് കോളനിയിലോട്ടാ പോയി. അവിടെ ആവുമ്പോ നമുക്ക് പച്ചക്കറിയേന്ന് അങ്ങോട്ട് വിളിച്ച് നടന്നാ മതിയല്ലോ, ആൾക്കാർ വന്ന് മേടിച്ചു. പിത്തലെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോ, ഞാനും വിളിച്ചാം. ഞാനും വെച്ചോളാം. ഒന്ന് വണ്ടി ഉന്തിച്ച് ഞാൻ വെച്ചോളാം. സമ്മതിക്കത്തില്ല. എന്റെ കുട്ടു, നീ ഒന്ന് മിണ്ടാതിരിക്കും. പിച്ചള ഇത്രയും നേരം വണ്ടി ഉന്തി ക്ഷീണിച്ച് നിൽക്കുവല്ലേ. അതിനെന്നാ എനിക്ക് ഇത് വെച്ചണം. പിച്ചലെ പിച്ചലെ ഇതൊന്ന് തല്ലിച്ച് തല്ല് 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 ഒന്ന് ഉന്തിച്ചേ. ഞാൻ ഉന്താൻ പോയി, ഒരു രസമല്ല. കുട്ടിമണി അങ്ങോട്ട്, കുട്ടിമണി അങ്ങോട്ട്, കുട്ടിമണി അങ്ങോട്ട്. ആ വണ്ടി തിരിയട്ടെ, വണ്ടി തിരിയട്ടെ, വണ്ടി തിരിയട്ടെ. ആ പോരട്ടെ പോരട്ടെ പോരട്ടെ. ആ പോട്ടെ പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. അധികം കുലുങ്ങാതെ. അതെ ഈ മത്തങ്ങ 40 രൂപ 40 രൂപ 40 രൂപ 40 രൂപ. ഓടി വന്ന് മേടിച്ചോളൂ, ഞങ്ങളുടെ മക്കൾ മേടിച്ചോളൂ, പച്ചക്കറി മേടിച്ചോളൂ. വന്നല്ലോ. ആഹാ, എന്താ ഇത്? പച്ചക്കറി വണ്ടിയോ? ആരുടേതാ ഇത്? പേരെഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ല പെങ്ങളെ? M&P ഫ്രഷ് വെജിറ്റബിൾസ് എന്ന് വെച്ചാ മനസിജൻ ആൻഡ് പിച്ചള ഫ്രഷ് വെജിറ്റബിൾസ്. ഇതെന്താ മഞ്ജുവാരുടെ സ്ഥാപനോ? എന്തോ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം. കൊള്ളാലോ. അപ്പൊ ഇനി മുതൽ നിങ്ങളായിരിക്കോ കേരളത്തിലേക്കുള്ള പച്ചക്കറികൾ മൊത്തം ഇറക്കുമതി ചെയ്യുന്നത്? കേരളത്തിലേക്കുള്ള പച്ചക്കറി മൊത്തം ഞങ്ങൾ ഇറക്കുന്നില്ല, 10-15 കുടുംബങ്ങളിലേക്കുള്ള പച്ചക്കറി ഇറക്കുന്നുണ്ട്. ഇനി മൊത്തമായിട്ട് ഇറക്കുമ്പോ പെങ്ങളെ അറിയിക്ക. നാണോ ഇല്ലല്ലോടെ മനസ്സിജ നിനക്ക് ഈ വണ്ടിയും തള്ളിക്കൊണ്ട് നടക്കാൻ. കഷ്ടം തന്നെ. അന്തസ്സുള്ളൊരു തൊഴിലായത്. ജനങ്ങൾക്ക് നല്ല പച്ചക്കറികൾ കൊടുക്കുക, അതൊരു പുണ്യപ്രവൃത്തിയാ. അല്ലാതെ കുശുമ്പും കുന്നായ്മയും തലയ്ക്കകത്ത് വച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും AC കാറി കയറി ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് പോകുന്ന പോലത്തെ കാര്യമൊന്നും അല്ല. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടല്ലോ. നീ പോവണ എവിടുന്ന്? നിനക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എടേ, ഇതിന്റെ പുറത്ത് നിന്നെ കയറ്റിയിരുത്തി ഇവൻ റോഡിലൂടെ ഉന്തിക്കൊണ്ട് നടക്കും. എന്തിനാണെന്ന് അറിയാമോ? പിച്ച എടുക്കാൻ. ഞങ്ങൾ ആരും ഒച്ചയൊന്നും എടുക്കത്തില്ല. ഒച്ചയല്ല, പിച്ച. നീ ഈ ഭിക്ഷക്കാര് പിള്ളേരെ കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെയും നിന്റെ കൊച്ചിനെയും. കൊച്ച് ഉണ്ടായി ജീവനോടെ മുമ്പോട്ട് പോയാലും അതിനെ ഉന്തുവണ്ടിയിൽ വെച്ച് മനസ്സിജൻ റോഡിലൂടെ ഉന്തിക്കൊണ്ട് നടക്കും. അത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കാണും. അപ്പൊ കാറിലിരുന്ന് നിന്റെയൊക്കെ മടിയിലേക്ക് പിച്ചത്തുട്ട് ഇട്ടു തരും ഞാൻ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങളാ എന്റെ പെങ്ങളെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീരത്നം നമിക്കണം. പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്നല്ല, പാവങ്ങള് പിച്ചെടുക്കണം. പണക്കാരി പെണ്ണുങ്ങൾക്ക് അത് കാണുകയും വേണം, കണ്ട് ആനന്ദിക്കുകയും വേണം, അവർക്ക് പിച്ച കൊടുക്കും വേണം. സമ്മതിച്ചു കേട്ടോ. ഒരു അസുര ജന്മം മനുഷ്യ സ്ത്രീ രൂപത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാ അത്ഭുതം. എന്നോട് നീ കളിക്കാൻ വരല്ലേ? വന്നാലേ എല്ലാത്തിനെയും കൂടെ തൂക്കി പെറുക്കി കുപ്പത്തൊട്ടിയിലേക്ക് കളയാനായിട്ടെ വരുന്നുണ്ട് ഒരാള്. നിന്റെ മൂത്ത മുറച്ചെറുക്കന്റെ പേരും പറഞ്ഞിട്ട് നീ കുറച്ചു കാലം ആയല്ലോടി വരട്ടാൻ തുടങ്ങിയിട്ട്. അവൻ വന്നില്ലല്ലോ ഇതുവരെ. അവൻ ഇങ്ങ് വരട്ടെ. അതെ, വരട്ടെ. ഞങ്ങളൊന്ന് കാണാനായിട്ടിരിക്കുക. എന്താ അവന്റെ പേര്? ചന്തു. എന്തായിരുന്നു? ചന്ദ്രു.
ചന്ദ്രസേനൻ ജയസേനൻ. നീയൊന്നും ഇതുവരെ കണ്ടിട്ടുള്ള കളി അല്ല മോനെ ഇനി നടക്കാൻ പോകുന്നത്. ഉന്തുവണ്ടിക്ക് പകരം രണ്ടുപേരും ഓരോ വീൽ ചെയർ വാങ്ങിച്ചോ, അതിലിരുന്ന് രണ്ടുപേർക്കും കൂടെ അങ്ങ് ഉരുളാം. അതെ, നിന്റെ അമ്മ ഇരുന്ന് കറങ്ങിയ ഒരു ഉന്തുവണ്ടി വീട്ടിലിരിപ്പില്ലേ, അതെടുത്ത് വച്ചോ. പൊന്നു മോക്ക് അത് വേണ്ടി വരും. ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നീ പോടി അവിടുന്ന്. നീ കുറെ നാളായല്ലോ ഞങ്ങൾ വിരട്ടാൻ തുടങ്ങിയിട്ട്. ബാംഗ്ലൂരിൽ നിന്ന് അവൻ വരുന്നു, ഇവൻ വരുന്നു, വന്നാൽ ഉടനെ ഞങ്ങൾ അങ്ങ് ഗുണിച്ചു കളയും. എന്നാ പിന്നെ നീ അതങ്ങ് ചെയ്യടി. അതേടാ, ഗുണിക്കോ ഹരിക്കോ എന്നൊക്കെ നമുക്ക് കാണാം. ഒരാഴ്ച, ഒരേ ഒരാഴ്ച. അത് കഴിഞ്ഞ നിന്റെ ഒന്നും മുഖത്തെ ഈ ചിരി കാണത്തില്ല. സമ്മതിച്ചു. ഞാനും സമ്മതിച്ചു. അതെ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കൊച്ചേച്ചിയുടെ ആര് വന്നെന്ന് പറഞ്ഞാലും കുട്ടിമണി വലിയ ചട്ടമ്പിയ കണ്ണു മമ്മറൊക്കെ കുത്തി പൊട്ടിച്ചും എന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. അല്ലാതെ എന്റെ കണ്ണുപോയേ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയാൻ ഇടവരുത്തരുത്. അതുകൊണ്ടാ കേട്ടോ. കാണാടി നമുക്ക്. മനസ്സിലാ? ഇതെന്തൊരു ജന്മാബായി. മനുഷ്യനുമല്ല, അസുരനുമല്ല, മൃഗമല്ല, ഇതെല്ലാം കൂടി ചേർന്ന ഒരു കലാരൂപം. അതെ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ പുറത്ത് പച്ചക്കറി വണ്ടിയും പച്ചക്കറി കച്ചവടവും ഒക്കെ? ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. എന്നൊന്നും പറയണ്ട, നിങ്ങൾ പോയി കാണും, അഭിപ്രായവും പറഞ്ഞു കാണും. എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. നിങ്ങളുടെ ബിസിനസ്സും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അതെ, അതെന്താ? പച്ചക്കറി കച്ചവടം എന്താ അത്ര മോശമുള്ള ജോലിയാണോ? പച്ചക്കറി കച്ചവടം നടത്താം, തമിഴ്നാട്ടിൽ നിന്ന് കോഴികളെ കൊണ്ടുവന്ന് ഇറച്ചി കച്ചവടം നടത്താം, പിന്നെ നാമക്കല്ലിൽ നിന്ന് മുട്ടയിറക്കി ബിസിനസ്സും ചെയ്യാം. ആഹാ, കൊറേ സ്ഥലപ്പേരൊക്കെ പഠിച്ചല്ലോ. അപ്പോ നിങ്ങൾ ഇതിനു വേണ്ടി കൊറേ സ്റ്റഡി ചെയ്തു എന്നർത്ഥം. മതി, പിന്നെ എന്നെ പറ്റി എന്താ കരുതിയത്? ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നടത്തുകയും ചെയ്യും, ഏറ്റവും അടുത്ത ദിവസം തന്നെ. മതി, നോക്കിക്കോ. ഇതുപോലെ ഉന്തുവണ്ടിയും തള്ളി പച്ചക്കറിയെ പാവയ്ക്കേ പടവലങ്ങിയെന്ന് പറഞ്ഞ് നടന്ന് ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാലുണ്ടല്ലോ, ഉന്തുവണ്ടി മാത്രമല്ല നിങ്ങളുടെ കാലും ഞാൻ തല്ലി ഓടിക്കും. നീ ആരുടെ കാല് തല്ലി ഓടിക്കുന്നതാണ് നീ പറഞ്ഞത്? നീയേ നിന്റെ അപ്പന്റെ കാല് തല്ലി ഓടിക്കായിരിക്കും പോയി, അല്ലാതെ എന്റെ കാലൊന്നും നീ തല്ലി ഓടിക്കത്തില്ല. പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, കേട്ടോ? നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? നിങ്ങൾ കുറെ പച്ചക്കറിയും കൊണ്ട് ചിന്തിച്ചിട്ട് തന്നെ എനിക്ക് ഏതാണ്ട് പോലെ. ഞാനിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോ എനിക്ക് പറ്റുന്നൊരു ജോലി, എന്റെ വിദ്യാഭ്യാസത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നത് വരെ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ജോലി കിട്ടുന്നുവോ അത് ഞാൻ ചെയ്യും, അന്തസ്സായ ഏത് ജോലിയും. എന്തായാലും കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും ഒന്നും ഞാൻ ചെയ്യത്തില്ല. കാരണം വയലോരം വീട്ടിലെ അച്യുതക്കുറുപ്പിനെ മണ്ണിന്റെ മണമായിരുന്നെങ്കിലും അയാളുടെ മനസ്സിന് ചന്ദനത്തിന്റെ സുഗന്ധമായിരുന്നു. അപ്പോ മക്കളും മോശം വഴിയിൽ സഞ്ചരിക്കത്തില്ല. മണ്ണിന്റെ മണവും ചന്ദനത്തിന്റെ സുഗന്ധമൊക്കെ കൊള്ളാം. പിന്നെ എന്താ നിങ്ങൾ കലണ്ടറിൽ നോക്കിക്കൊണ്ടിരുന്നത്? എന്താ തീയതി? ഏതാണ്ട് കള്ളത്തരം ഉണ്ടല്ലോ. ആരെങ്കിലും ചെന്ന് കാണാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ? എടീ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്ത് ചെയ്താലും നീ അതിനകത്തൊരു കുനിഷ്ടേ കാണത്തുള്ളൂ. ഞാൻ കലണ്ടർ നോക്കിയതേ എന്റെ പിറന്നാളാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസമേ ഉള്ളൂ. പിറന്നാള്? നിങ്ങൾ വേറെന്തോ ഡേറ്റാ നോക്കിയത്? വേറെന്തോ ഡേറ്റ്? അതെ, എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ സത്യം പറ, ഏത് ഡേറ്റാ നിങ്ങൾ നോക്കിയത്? ഞാനേ നിന്റെ പ്രസവ തീയതിയാ നോക്കിയത്. വൃത്തിയോട് പറയരുത് കേട്ടോ നിങ്ങള്. എന്തോന്ന് വൃത്തിയേട്. ഒരു കുഞ്ഞു വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറയായി. അപ്പോഴവള് ചൊറിയാൻ വരുന്നത്. എന്റെ എല്ലാ പക്ക പെരുന്നാളിനും അമ്പലത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഡേറ്റ് നോക്കി വെച്ചതാ. ഇനി ജീവിതത്തിലെ പുതിയ പുതിയ വഴികളിലേക്ക് കടക്കാൻ തുടങ്ങുകയല്ലേ. അപ്പോ ദൈവം കൂടെ വേണമല്ലോ. അല്ല, ദൈവം മാത്രമല്ലേ കൂടെയുള്ളൂ. എന്റെ പക്കപ്പിറന്നാളിന് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോണം. മതി, നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂ മാലയൊക്കെ വെച്ച്. പിന്നെ
ചെറ്റിച്ചാരി കൊടുത്ത് മുല്ലപ്പൂ വെച്ച് ഞാൻ വരാൻ പോവല്ലേ? നിങ്ങൾ നോക്കിയിരുന്നു. ആദ്യം നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറയും. എന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റാത്ത ബിസിനസ് ആണെങ്കിലേ അത് നടക്കത്തില്ല. മതി. ഞാൻ എവിടെ പോയി കരിങ്കല്ല് ചുമന്നാലും വിയർത്താലും കണ്ടത്തിലിറങ്ങി പണിതാലും അതല്ല ഇനി ഓട ക്ലീൻ ചെയ്യാൻ പോയെന്ന് പറഞ്ഞാലും ഞാൻ വിയർത്തുണ്ടാക്കുന്ന കാശ് കൊണ്ടുവന്ന് മതിയുടെ ദേ ഈ കയ്യിൽ തരും. അഭിമാനത്തോടെ, സന്തോഷത്തോടെ. അത് 100 100, 1000 1000. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് മതി എന്നോടൊരു നല്ല വാക്ക് പറയാണ് വേണ്ടത്. അല്ലാതെ മതി ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എന്നെ ആട്ടിത്തെളിക്കാൻ നടക്കരുത്. പിന്നെ ഭാര്യ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നതിൽ നല്ലത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഈ ഞാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയുടെ മാഹാത്മ്യൊന്നും എന്നെ മതി പഠിപ്പിക്കാനൊന്നും വരണ്ട. ഓ, അപ്പോ തുനിഞ്ഞിറങ്ങിയിരിക്കുവോ രണ്ടും കൽപ്പിച്ച് അല്ലേ? സംശയമുണ്ടോ? നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല? നിങ്ങൾ അനുഭവിക്കും, ഓർത്തോ. എന്തോ മതി. ചാവാൻ ഒരുങ്ങി നിൽക്കുന്നവനെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തരുത്. അതൊന്നും ഏക്കത്തില്ല. എന്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോ. ഞാൻ എന്ത് ജോലി ചെയ്യുന്നുവെന്ന് നിന്നെ ഞാൻ അറിയിക്കാം. ആ തൊഴിൽ എന്താണെന്ന് നിനക്ക് കാണിച്ചു തരികയും ചെയ്യാം. അതിന്റെ ഫലവും കാണിച്ചു തരാം. കാണാനായിട്ട് കാത്തിരുന്നു നീ. നിങ്ങൾ വലിയ ബിസിനസ്സുകാരനും ടാറ്റായും ബിർളയും അംബാനിയും കുന്തവും കൊടച്ചക്രവും ഒക്കെ ആയിരിക്കും. പക്ഷെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങ് ടാറ്റായും പറഞ്ഞു പോവും. കേട്ടല്ലോ? എന്തിനാ മതി ഇങ്ങനെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കിയൊന്നും അല്ല. നിങ്ങൾ എന്റെ ഡ്രസ് എല്ലാം അവിടെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടല്ലോ. എന്താ എടുക്കാത്തത്? എന്താ ഞാൻ മതിയുടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് ഇന്ന് മുതൽ മിഡിയും ടോപ്പിട്ടുകൊണ്ട് നടക്കാം. അയ്യോ, വലിയ തമാശയൊന്നും പറയല്ലേ. ചിരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലോ ഞാൻ. എന്റെ തുണിയെല്ലാം ഞാൻ അവിടെ പെറുക്കിയിട്ടിട്ട് പോയത് എന്നാത്തിനാ? ജിവേട്ടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്ന എന്താ? അതൊക്കെ അലക്കി അയൺ ചെയ്ത് വെക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓ അതോ, ഞാനതൊക്കെ മറന്നു മതി. കാരണം ഞാനിപ്പോ സ്വന്തമായിട്ടങ്ങ് അധ്വാനിച്ച് ജീവിക്കാൻ പോവല്ലേ, അതുകൊണ്ടാ. ഓ, അതുകൊണ്ട് ഭാര്യയുടെ തുണി അലക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. ഭാര്യയുടെ തുണി അലക്കുക, ഭാര്യയുടെ തുണി അയൺ ചെയ്യുക, ഭാര്യയുടെ നഖത്തിനിടയിൽ ചെളി കുത്തുക, ഭാര്യയ്ക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക, ഭാര്യയ്ക്ക് ലിപ്സ്റ്റിക് ഇടുക, ഇത്തരം നാണം കെട്ട പരിപാടികളൊക്കെ ഞാൻ അങ്ങ് നിർത്തി. അപ്പോ നിങ്ങൾ എന്റെ തുണി അലക്കത്തില്ല? ഇല്ല. മതിക്ക് ദൈവം 2 കൈകൾ തന്നിരിക്കുന്നത് എന്തിനാ? നമ്മളെ കുഞ്ഞുനാളിൽ ഒരു പദ്യം സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ദീർഘങ്ങളാം കരങ്ങൾ നൽകിയല്ലോ പാരിലേക്ക് നമ്മെ അയച്ച ഈശ്വരനെന്ന്. 2 കൈകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. അതെ, പെണ്ണുങ്ങൾക്ക് ദൈവം കൈ തന്നിരിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാനും തുണി അലക്കാനും ഒക്കെ കൂടിയാ. അല്ലാതെ ഭർത്താവിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാനും അവന്റെ മുഖത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാനും ഒന്നും അല്ലെന്ന് നീ ആദ്യം മനസ്സിലാക്കി. എന്നിട്ട് നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയ്ക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. മനുഷ്യ, നിങ്ങൾ ആള് കളിക്കരുത് കേട്ടോ. മര്യാദക്ക് എന്റെ തുണി എടുത്ത് വാഷ് ചെയ്തിട്ടെ. ഒരു കുന്നോളം തുണിയുണ്ട്. അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാനൊന്നും നോക്കത്തില്ല. എന്റെ തുണി ഞാൻ അലക്കിക്കോളാം. അല്ലാതെ ഭർത്താവിന്റെ ഡ്രസ്സ് മതി അലക്കി തരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അയ്യോടാ, അല്ലെങ്കിൽ ഞാനങ്ങ് അലക്കി തരാൻ പോവില്ലേ? ഞാൻ തുണി അലക്കി തരുമെന്നും എന്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്നും നിങ്ങൾ ഈ ജന്മത്ത് വിചാരിക്കണ്ട. എന്റെ മതി, എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹമാണ് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് രുചിയോടെ ഒരു പിടി ചോറ് വാങ്ങി കഴിക്കാന്നുള്ളത്. അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല. എന്തായാലും നമ്മളിപ്പോ ഒരു ഭാരം ചുമക്കുക, അതങ്ങ് ചുമക്കുക അവസാനം വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ഭാരം ഉദ്ദേശിച്ചത്? എന്നെയാണോ? നിങ്ങളെ ഭാരമല്ല ചുമക്കുന്നത്, കുങ്കുമമാ. കുങ്കുമം ചുമക്കുന്ന കഴുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
കുങ്കുമം ചുമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ വില അറിയത്തില്ല. ആ വില അറിയാത്തതിന്റെ കുന്തളിപ്പാ നിങ്ങളിപ്പോ കാണിക്കുന്നത്. ദേ, മതികല ആരാണെന്നും മതികല എന്താണെന്നും മതികലക്ക് എത്ര ആസ്തിയുണ്ടെന്നും ഒരു ബോധമുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കുമായിരുന്നു. അതെനിക്ക് ബോധമുള്ള സമയമൊന്നും ആയിരുന്നില്ല മതി. ഇതാണ് എനിക്ക് ബോധമുള്ള സമയം. അന്ന് ഞാൻ മതിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. പാസ്ബുക്കിലെ അക്കങ്ങളുടെ വലതുവശത്ത് പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അഭിമാനിച്ചിട്ടുമുണ്ട്. പിന്നെയാ മനസ്സിലായത് ആ അക്കങ്ങളുടെ വലതുവശത്ത് കിടക്കുന്ന പൂജ്യത്തിന്റെ വില പോലും എനിക്കില്ല എന്ന്. അധ്വാനിക്കാതെ സമ്പാദിക്കുന്നവന് പൂജ്യത്തിന്റെ താഴെയാണല്ലോ സ്ഥാനം. അത് മനസ്സിലാക്കിയപ്പോഴാണല്ലോ ഞാൻ സ്വയം അധ്വാനിക്കാൻ തീരുമാനിച്ചത്. അപ്പോ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ കൂടി തീരുമാനിച്ചു. ഇനി ആരെയും കൂടുതൽ താങ്ങണ്ട എന്ന്. എടീ, ഞാൻ പറഞ്ഞ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ട് പുല്ലെന്ന് വെക്കും ഈ രവിചന്ദ്രൻ. മനസ്സിലായോ? അതുകൊണ്ടേ നിന്റെ കയ്യിൽ നിന്നും ഞാൻ നേരത്തെ കാശു വാങ്ങിയതിന്റെ കൂലിയായിട്ടാ ഞാൻ തുണി അലക്കി തന്നതും ഭക്ഷണം ഉണ്ടാക്കി തന്നതും. ഇനിയിപ്പോ എന്നെ കൊണ്ട് പഴയ പണികൾ ചെയ്യിക്കാന്ന് നീ കരുതണ്ട. നിന്നെ ഞാൻ വെല്ലുവിളിക്കാൻ. നിനക്കേ പറ്റുമെങ്കിൽ, നീ പെണ്ണാണെങ്കിൽ ഇത്തിരി സോപ്പൊടി വെള്ളത്തിൽ കലക്കി ഒരു തുണി അലക്കി കാണിക്കടി. ഒരേ ഒരു തുണി മതി. നിങ്ങൾ എന്നെ വാശി പിടിപ്പിക്കുവാണോ? ഒരു വീട്ടിലെ എല്ലാ പണികളും ചെയ്യാൻ മതികലയ്ക്ക് അറിയാം. അതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്നത് തന്നെയാ. അതൊന്നും വേണ്ട. നിസ്സാരമായ ഒരു കാര്യം മതി. നിന്റെ ഒരു തുണി നീ ഒന്ന് അലക്കി കാണിക്ക്. എന്നിട്ട് അത് തേച്ച് എന്റെ മുമ്പിൽ കൂടെ നിട്ട് നടന്ന് കാണിക്ക്. എങ്കി നിന്നെ ഞാൻ തൊഴാം, വില വെക്കാം. അതല്ലാതെ എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നതാണ് നിന്റെ സാമർഥ്യമെന്ന് നീ കരുതരുത്. അത്രയ്ക്കായല്ലേ? അലക്കാൻ അറിയാമോ ഇല്ലേന്ന് ഞാൻ കാണിച്ചു തരാം. മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെയും ജലജയുടെയും മകളായ എനിക്ക് ആരുടെയും സഹായം ഇല്ലാതെ ജീവിക്കാനും അറിയാം.